ചെങ്ങളായി പഞ്ചായത്തിലെ 9-ാം വാർഡ് അരിമ്പ്രയിൽ അംഗൻവാടിയിൽ വെള്ളക്കെട്ട് മൂലം പ്രവർത്തനം നിർത്തിവെക്കേണ്ടി വന്നു. പഞ്ചായത്ത് അധികാരികളും വാർഡ് മെമ്പറും ഇടപെട്ട് ഡ്രെയിനേജ് ബ്ലോക്ക് ഒഴിവാക്കുകയായിരുന്നു. ചെങ്ങളായി പഞ്ചായത്തിലെ 9-ാം വാർഡ് അരിമ്പ്ര അംഗൻവാടിയിൽ ഡ്രെയിനേജ് ബ്ലോക്കായി അംഗൻവാടിയുടെ മുറ്റത്ത് വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടെ അംഗൻവാടിയുടെ പ്രവർത്തനം പൂർണ്ണമായും തടസ്സപ്പെട്ടിരുന്നു. ഇതേ തുടർന്ന് സമീപത്തെ സ്കൂളിലേക്ക് കുട്ടികളെ മാറ്റിയാണ് ക്ലാസുകൾ നടത്തിയത്. ചെങ്ങളായി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരം വാർഡ് മെമ്പർ ആഷിഖ് ചെങ്ങളായുടെ സജീവ ഇടപെടലിനെ തുടർന്ന് ഡ്രെയിനേജിന്റെ തടസ്സം നീക്കുന്ന പ്രവൃത്തികൾ ആരംഭിച്ച് വെള്ളക്കെട്ട് തുറന്നുവിടുകയായിരുന്നു. അംഗൻവാടി വെൽഫെയർ കമ്മിറ്റി അംഗങ്ങളായ KP മുത്തലീബ്, റഹീം തുടങ്ങിയവരും നേതൃത്വം നൽകി. താഴ്ന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന അംഗൻവാടി കെട്ടിടം ഉയർത്താൻ ആവശ്യമായ പദ്ധതികൾക്കായി MLAയും മറ്റും ബന്ധപ്പെടാൻ ഒരുങ്ങുന്നതായി വാർഡ് മെമ്പർ ആഷിഖ് ചെങ്ങളായി പറഞ്ഞു. നമ്മുടെ ചെങ്ങളായി ഗ്രാമപഞ്ചായത്തിൽ 9-ാം വാർഡിൽ അരിമ്പ്ര അംഗൻവാടിയായിരുന്നു. അപ്പോൾ അരിമ്പ്ര ഭാഗത്തു നിന്ന് വരുന്ന ഡ്രെയിനേജിലുണ്ടാകുന്ന വെള്ളം മഴയുടെ ശക്തി അനുസരിച്ച് കൂടുതൽ വെള്ളം വരികയും അതിവിടെ ബ്ലോക്കാകുന്ന രീതിയിലാണ് ഉണ്ടായത്. അപ്പോൾ 2 ദിവസം മുന്നേ അംഗൻവാടി കുട്ടികളൊക്കെ നമ്മുടെ സ്കൂൾ കെട്ടിടത്തിലേക്ക് മാറ്റി പാർപ്പിക്കുകയും അവിടെ നിലനിർത്തുകയാണ് ചെയ്തത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇന്ന് JCB ഉപയോഗിച്ച് നമ്മുടെ പ്രസിഡന്റിന്റെ നിർദ്ദേശം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഉണ്ടായ പൈപ്പുകൾ, അതിന്റെ അകത്തുണ്ടായ ബ്ലോക്കായി കിടക്കുന്ന മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുമായി താൽക്കാലികമായി നമ്മുടെ ബുദ്ധിമുട്ട് ഒഴിവാക്കുക എന്നുള്ളതാണ്. പിന്നീട് നമുക്കിനി വേണ്ടത് നമ്മുടെ അംഗനവാടി ഇപ്പം നിലവിൽ അന്നത്തെ കാലത്ത് ലെവലിലെ സ്ഥലമായിരുന്നെങ്കിലും ഇന്ന് ഇവിടെ ഒരു താഴ്ന്നു കിടക്കുന്ന ഒരു അവസ്ഥയിലാണ് കെട്ടിടമുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഭരണസമിതിക്ക് മുന്നാകെ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് MPയെയും MLAയൊക്കെ കണ്ട് ഈ കെട്ടിടം ഉയർത്തുന്നതിന് ആവശ്യമായ ഫണ്ട് അനുവദിച്ചു തരുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനമായി മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്.